Hello friends, welcome back to our channel. This is Web3 Pranner, the Endless Tech. സോ നമ്മുടെ ഈ ഒരു ചാനൽ വെബ്3 പ്രോജക്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് ആണ് ത്രൂ ഔട്ട് നമ്മൾ നടത്തുന്നത്. എന്താണ് ഒരു വെബ്3, എങ്ങനെ ഒരു വെബ്3 പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എന്തെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെബ്3യിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സീരീസ് ഓഫ് സിനാരിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ഒരു ചാനൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം വിത്ത് എ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ത്രൂ ഔട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് ഒരു ബിസിനസ് വെബ്3യിലൂടെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഈ ഒരു സീരീസിൽ പഠിക്കാം. സോ നമുക്ക് ത്രൂ ഔട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു വെബ്3, എങ്ങനെ അതിലേക്ക് എത്തി, അതിൻ്റെ എവല്യൂഷണറി സിസ്റ്റം, എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ഒരു ഫസ്റ്റിലെ സീരീസ് പൂർണ്ണമായിട്ടും ഒരു എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ടെക്നോളജി ആൻഡ് ദ മണി, ഈ ഒരു കോൺസെപ്റ്റിനായിരിക്കും നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പോകുന്നത്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാരണം നമ്മളൊരു വെബ്3 എന്നുള്ളത് പലരെ സംബന്ധിച്ചും ആദ്യമായിട്ട് കേൾക്കുന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പം അതിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുണ്ടായിട്ടുള്ളത്, എന്തെല്ലാം മാറ്റങ്ങളാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റിലെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് വേൾഡിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വെബ്3 പ്രോജക്റ്റിനെ പറ്റിയിട്ടും നമ്മൾ ഇതിൽ ത്രൂ ഔട്ട് പറയുന്നതായിരിക്കും. സോ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എവിടേക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടല്ല അതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ സെക്ഷനിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഒരു ബിഗ് ബാങ് തിയറി, വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് ലോകം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതിലൂടെ ഗ്രാജുവലി ഓരോ മേഖലകളിലും ഡെവലപ്മെൻറ്റ്സ് സംഭവിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ലോകം. സോ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ വലിയ രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഓരോ ആവശ്യങ്ങളെയും വളരെ സ്മാർട്ടായിക്കൊണ്ട് ചിന്തിച്ചിട്ട് അതിനെ ഏത് രീതിയിൽ നമുക്ക് നടപ്പാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു ചിന്താഗതിയാണ് ഇത്രയും നൂറ്റാണ്ടുകളിലൂടെ സംഭവിച്ചു വന്നിട്ടുള്ള വലിയൊരു ചിന്താഗതിയാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഈ ഒരു ലോകം എന്ന് പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ ഇത്രയും വലിയൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരിണാമം മനുഷ്യന് സംഭവിക്കുമ്പോൾ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ചുറ്റുപാടിന് സംഭവിച്ചിട്ടുണ്ടാവും. അതിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ടെക്നോളജി എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്, പണ്ട് ഒരു ഫോൺ വിളിച്ച ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോൺ ഒരു 5G സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുള്ളൊരു ഫോണ്. ഓക്കെ, അതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് നിറവേറ്റാൻ പറ്റുന്നത് നമ്മുടെ ആവശ്യങ്ങൾ, അത്രമാത്രം ഒരു വളർച്ച ഇന്ന് വേൾഡിൽ ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, യാതൊരു കളങ്കവുമില്ലാത്ത സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ റോബോട്ടിക് മേഖല, ഇതിലേക്കൊക്കെ ഇനി വേൾഡ് മൈഗ്രേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അല്ലാണ്ട് നമുക്ക് പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വലിയ അർത്ഥമില്ല. ലോകത്ത് എന്തെല്ലാം സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ മുന്നോട്ട് പോവാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒരു മനുഷ്യൻ വളരെ പഴയ കാലത്തൊരു സിനാരിയോ ആണത്. അയാളുടെ ആയുധം ഉപയോഗിച്ചിട്ട് ഒരു ആവശ്യം നിറവേറ്റുകയാണ്, അല്ലെങ്കിൽ എന്താണോ ഒരു വസ്തു ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അയാളുടെ കയ്യിലുള്ള രണ്ടും കല്ലാണ്. ഓക്കെ, ആ ഒരു കല്ല് ഉപയോഗിച്ചിട്ട് മറ്റൊരു കല്ലിനെ ചെത്തി മിനുക്കിയിട്ടാണ് ഒരു പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് വേൾഡ് നിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ടെക്നോളജി കൊണ്ടുവന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലേക്കാണ് പോയത്. എന്താണോ ആവശ്യമുള്ളത് അത് ഇലക്ട്രോണിക്സ് ഡിവൈസസും റോബോട്ടിക്സും യൂസ് ചെയ്തുകൊണ്ട് അല്ല, ഒരു മനുഷ്യൻ്റെ ഒരു സഹായമില്ലാതെ ഒരു നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ അല്ലെങ്കിൽ മനുഷ്യന് ഹെൽപ്പ് ചെയ്യാൻ റോബോട്ട്സ് വന്നിട്ട് അല്ലെങ്കിൽ മെഷീനറി സിസ്റ്റംസ് വന്നിട്ട് വലിയൊരു ടെക്നോളജി വിപ്ലവം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇതേപോലെ നമ്മൾ ഓരോ മേഖലകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെയൊക്കെ ഇത്ര മാത്രമുള്ള വ്യത്യാസങ്ങൾ പണ്ട് തൊട്ട് ഇന്ന് വരെയുള്ള സിസ്റ്റത്തിൽ കാണാൻ പറ്റും. അതിൽ വന്ന വളരെ പ്രധാനമായിട്ടൊരു മാറ്റമാണ് നമ്മുടെ പണത്തിലുള്ള ഇടപാട്. പണ്ടൊരു ബാർട്ടർ സംവിധാനം, ഒന്ന് കൊടുത്ത് മറ്റൊന്ന് വാങ്ങുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് അത് എവിടെ, ഇപ്പോൾ നമുക്കറിയാം ഒരു തക്കാളി കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും സാധനം വാങ്ങാം, ഈ രീതിയിൽ പണ്ട് അല്ലെങ്കിൽ ആടിന് കൊടുത്തിട്ട് പശുവിനെ വാങ്ങാം, ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റ് പിന്നെ ഗോൾഡിലേക്കും, ഗോൾഡിൽ നിന്ന് നാണയങ്ങളിൽ നിന്ന് നമ്മുടെ കറൻസിയിലേക്ക് ഈ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും പണപ്പെരുപ്പത്തിനും എല്ലാത്തിനും അതിൻ്റെയൊക്കെ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നീട് അവിടുന്ന് മാറിയിട്ട് അതൊരു ATM സിസ്റ്റത്തിൽ വന്നിട്ട് ആ ATM സിസ്റ്റത്തിൽ നിന്ന് വീണ്ടും അത് ഒരു ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറി അവിടെ നിന്ന് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നുള്ള വലിയൊരു മേഖലകളിലേക്ക് ഇന്ന് ഫൈനാൻഷ്യൽ സിസ്റ്റം മാറിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അത്രമാത്രം സൗകര്യങ്ങൾ മനുഷ്യന് വന്നു കഴിയുമ്പോൾ ആ രീതിയിൽ പണത്തിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ ഇതോടൊപ്പം നിൽക്കുന്നുണ്ട്. സോ ഇന്ന് വേൾഡിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ് ക്രിപ്റ്റോ റെവല്യൂഷൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ പേ, ഫോൺ പേ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് മാറിയിട്ട് ക്രിപ്റ്റോ കറൻസി നമ്മൾ വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറി. ഓക്കെ, കാരണം എന്താണ്? അത്രമാത്രം വലിയ വലിയ ആവശ്യങ്ങളും വലിയ വലിയ ഫൈനാൻഷ്യൽ ഡീലിങ്സുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ക്രിപ്റ്റോ കറൻസി വലിയ രീതിയിൽ ഹെൽപ്ഫുള്ളായി മാറുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കൊരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വെബ്, പഴയ കാലത്തൊരു വെബ് ജസ്റ്റ് ഫോർ സെർച്ചിങ്, നമുക്ക് വെറുതെ സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രം പറ്റിയിരുന്ന സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വെബ് 2 എന്നുള്ളൊരു സിസ്റ്റത്തിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഫേസ്ബുക്ക് പോലത്തെ അല്ലെങ്കിൽ നമ്മൾ മറ്റേ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ ഒരു വെബ് 2 ആണ്. നമുക്കതിലിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആദ്യം നമുക്ക് ജസ്റ്റ് അതൊന്ന് ബ്രൗസ് ചെയ്തിട്ട് ഒന്ന് വായിക്കുക എന്നുള്ളൊരു, അതായത് ഒരു പുസ്തകത്തിൻ്റെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റ് എന്ന് വിളിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർനെറ്റിൽ നമുക്ക് അതിലൊരു സൈനപ്പ് ചെയ്തിട്ട് നമുക്കതിലൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്കതിലൊരു ഭാഗമായി നിന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ വായിക്കാനോ മനസ്സിലാക്കാനോ എല്ലാത്തിനും പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള പല സൗകര്യങ്ങളും ഇന്ന് നമുക്ക് ഈ ഒരു ഇൻ്റർനെറ്റിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വെബ് 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മാറിയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് വെബ് 3. അതിൽ വലിയൊരു ഗെയിം ചേഞ്ചറായിട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ബ്ലോക്ക് ചെയിനൊക്കെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സെഷനിലൂടെ അല്ലെങ്കിൽ വരും സീരീസിൽ നമ്മൾ എടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ഈ ഒരു സെഷനിലൂടെ പറയുന്നത് മാത്രം. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് ചെയിനിലൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റമാണ് ഡെഫി ഫൈനാൻസ്, അതായത് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ്. അതിന് യൂസ് ചെയ്യുന്ന കറൻസിയാണ് നമ്മുടെ ബിറ്റ് കോയിൻ പോലത്തെ ഒരുപാട് അനവധി ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഓക്കെ, കാരണം നമ്മുടെ ആവശ്യങ്ങൾ അത്രമാത്രം ഈസി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇന്ന് വേൾഡ് ക്രിപ്റ്റോയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്തുള്ള എല്ലാ കറൻസിയും ഒന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ആശയമാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതിനു മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പണം നമ്മൾ പല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈവൻ കച്ചവടങ്ങൾ നടത്തിയിട്ട്, അതേപോലെ തന്നെ അതൊരു ഡിജിറ്റൽ ട്രേഡായിട്ട് മാറ്റിയിട്ട്, ഇങ്ങനെയൊക്കെ പല രീതിയിലേക്കും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് വീണ്ടും ഒന്നുകൂടെ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ട് നമുക്ക് ക്രിപ്റ്റോസിനെ ട്രേഡ് ചെയ്തിട്ടും ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ന് വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഈ ലേണിംഗ് സിസ്റ്റം എടുത്തു നോക്കിയാൽ, അതായത് ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ പോലും പണ്ട് പഠിച്ച സിസ്റ്റത്തിൽ നിന്ന് ഒന്നും കൂടെ മാറിയിട്ട് ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഒരു കുട്ടിക്ക് പഠിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വേൾഡിൽ നിൽക്കുന്നുണ്ട്. അവിടുന്ന് മാറിയിട്ട് ഇപ്പം നമ്മൾ വീഡിയോ, ഗൂഗിൾ മീറ്റ്, സൂം പോലെയുള്ള ക്ലാസ്സിൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്നുകൂടെ എക്സ്പീരിയൻസ്ഡ് സ്റ്റഡി, എക്സ്പീരിയൻസ്ഡ് ലേണിംഗ്, അതാണ് വെബ് 3 നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നൊരു കാര്യം. ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കുട്ടികൾ അതിന് വിർച്വലി എക്സ്പീരിയൻസ് ചെയ്യണം അവർ പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്. അത്രയും വലിയൊരു വേൾഡാണ് അല്ലെങ്കിൽ അത്രയും വലിയൊരു സാധ്യതയാണ് അവരുടെ മുന്നിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ റിയാലിറ്റീസാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിയാലിറ്റീസാണ്. നമ്മൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഭാവിയിൽ ചെയ്തിരിക്കും, അതിനൊരു ഡൗട്ടും വേണ്ട. പക്ഷെ അതിൻ്റെ മുന്നോടിയായിട്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും തരിക.
ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്ക് ഈ ഒരു വീഡിയോ, ഒരു റോബോട്ടായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരെ ഒരു മനുഷ്യൻ മാറിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട റോബോട്ടിനോട് കൂടെ സമയം ചിലവഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ വേൾഡ് അത്രത്തോളം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ റോബോട്ടിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു പണം സമ്പാദിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇന്ന് വേൾഡ് മാറിയിട്ടുണ്ട്. ഓക്കെ, കാരണം അത്രമാത്രം ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഗ്ലോബ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഐ മീൻ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യുഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ എല്ലാ സംഭവങ്ങളെ പറ്റിയിട്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ, ഐ മീൻ Web3 ഒരു മൈഗ്രേഷനൊക്കെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടൈം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്ത് ഡിജിറ്റൽ മേഖലകളിൽ വലിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങളും ഇന്ന് എത്തി നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു Web3 ഓക്കെ, അതിലൊരു പൊട്ടൻഷ്യൽ ആ രീതിയിലാണ് വരുന്നത്. അതിലൂടെ ഗ്രോ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് മാറുന്നതിന് വലിയൊരു ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുബായ് പോലത്തെ നഗരങ്ങൾ പോലും ക്രിപ്റ്റോയിലേക്കും Web3 ബ്ലോക്ക് ചെയിനിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അതിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത്, ആ രീതിയിലേക്ക് വരെ ഗ്രോത്ത് ദുബായ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. സോ ഈ വക എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുകയാണ്. ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും താങ്ക് യു.